ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സൂപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ 8 അല്ലി വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മതിയാവും. വെളുത്തുള്ളി മൂത്ത് കളറൊന്നും മാറിപ്പോവേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഇപ്പൊ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. 10 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളിയും ഒന്ന് വാടി വന്നാൽ മതിയാവും. അത് മൂത്ത് കളറൊന്നും മാറിപ്പോവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം വാടി വന്നിട്ടുണ്ട്. കളറൊന്നും മാറിപ്പോയിട്ടില്ല. ഈ സമയത്ത് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാബേജ്. ഇത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോണാണ്. അതും 1/2 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള കോണാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസും ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഒരുപാട് വെന്ത് കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും വെജിറ്റബിൾസ് പാകത്തിന് തന്നെ വാടി കിട്ടും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 5 കപ്പ് വെള്ളം, അതായത് 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കോൺഫ്ലോർ ആണ് ഇപ്പോൾ ഈ സൂപ്പിലോട്ട് ചേർത്ത് കൊടുത്തത്. കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത കോൺഫ്ലോർ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സൂപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് വെന്ത് സൂപ്പൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് സൂപ്പ് വേണ്ടത്. ഇനി ഇതിലോട്ട് പുളിക്കായിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്